ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒടുവിൽ അത് സംഭവിച്ചു. ചീഫ് സെക്രട്ടറി NH-85 കാര്യത്തിൽ സത്യവാങ്മൂലം കൊടുത്തു. വിധിക്കായി നാം കാത്തിരിക്കുകയാണ്. അനുകൂലമായ വിധി റോഡിൻ്റെ കാര്യത്തിൽ, സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ, സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്നത്തെ ചർച്ച അതുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ റസാഖ് ചൂരവേലി. അദ്ദേഹം അതിജീവന പോരാട്ട വേദിയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയാണ്. സ്വാഗതം സാർ. സാർ, ഏറെ പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. പ്രത്യേകിച്ച് NH-85 ബന്ധപ്പെട്ട നിർമ്മാണ നിരോധന നീങ്ങും എന്ന പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ 7-ാം തീയതി. ഇപ്പോഴും ആ പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് ജനങ്ങളിൽ ആവോളം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായൊരു വിധി 95% ഞങ്ങൾ പ്രതീക്ഷിക്കുക. കാരണം ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്ത ഈ അഫിഡവിറ്റ് അതിൻ്റെ ഒട്ടേറെ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ മാനസികമായി ഇപ്പോൾ അംഗീകരിക്കുന്നത്. എന്താണ് ആ കാര്യത്തിൽ ഇത്ര ഉറപ്പ് അങ്ങയുടെ അനുഭവ പാരമ്പര്യം വെച്ചിട്ട് അതിനെ ഞാൻ ചോദ്യം ചെയ്ത് നിഷേധിക്കുകയല്ല. എന്നാൽ പോലും വേണമെങ്കിൽ ഈ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് ആ ദിവസം തന്നെ ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന കോടതി നടപടികളുടെ ഭാഗമാണ്. നമുക്ക് ആ കാര്യത്തിലൊന്നും ഇടപെടാനില്ല. പക്ഷെ എന്നാൽ പോലും ഇതിനിടയിൽ ഒരു 4-5 ദിവസം എന്ന് പറയുന്നത് ഇതിൻ്റെ സങ്കീർണമായ വനനിയമങ്ങൾ, ഒപ്പം തന്നെ ജയചന്ദ്രൻ എന്ന് പറയുന്ന പരിസ്ഥിതിവാദിയുടെ അതിശക്തമായ ഇടപെടൽ, വേറെ ചില പാരിസ്ഥിതിക സംഘടനകളുടെ വളരെ ഗൂഢാലോചന, ഇതെല്ലാം കൂടി ആകുമ്പോൾ കോടതിയെ ഇനിയും എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ഇടവേളയായി ഇതിനെ കരുതാൻ പറ്റുമോ? നമ്മളൊരു 5% അതുകൊണ്ടാണ് കുറച്ച് പറഞ്ഞത്. 95 എന്ന് പറഞ്ഞത്, ഒന്ന്, കോടതി ഇട്ട വിധി 1898 ഒരു വിജ്ഞാപനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈ വിജ്ഞാപനം ജയേന്ദ്രൻ ഹാജരാക്കി. ഇത് വനമാണ് എന്ന് വാദിച്ചു. അത് ശരിയാണ് എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിച്ചു. ഈ 2 കാര്യങ്ങളാണ് ഈ വിധി ഉണ്ടാക്കാനിടയാക്കിയത്. പക്ഷേ ആ രേഖയെ മറികടക്കുന്ന 1932 ദിവാൻ്റെ റോഡ് 100 അടി റോഡ് വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള രേഖയും 1938 ഡിസ്റിസർവ് ചെയ്തുകൊണ്ട് ഈ വനത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിജ്ഞാപനവും ഇപ്പോൾ നിലവിൽ ഈ ഇതുവഴി ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ല, ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ആയിരുന്നില്ലേ നമ്മുടെ വനത്തിൻ്റെ അഡീഷണൽ സെക്രട്ടറി ഇത് വനമാണ്, റോഡ് കടന്നു പോകുന്നത് വനത്തിന് അർഹതപ്പെട്ട സ്ഥലത്തിലൂടെയാണ് എന്ന് വാദിച്ചത്? ആ സമയത്ത് ഈ രേഖ കോടതിയിൽ ഇവർക്ക് ഒളിച്ചു വയ്ക്കുകയത്, ഇവർ ഹാജരാക്കാതെ അത് മറച്ചു വെച്ചുകൊണ്ട് ഇത് അംഗീകരിച്ചു കൊണ്ടുള്ള മൊഴിയാണെന്ന് കൊടുത്തത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഉണ്ടായിരുന്നുണ്ട്. അതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. എന്ന് വെച്ചാൽ ഇതൊരു ആസൂത്രിത കളിയാണ് അവിടെ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ഡിവിഷൻ ബെഞ്ച് വിധി കിടക്കെ അടുത്തൊരു സമാന ബെഞ്ച് പരിഗണിക്കുന്നൊരു കേസിൽ അത് ചൂണ്ടിക്കാണിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്, ഈ കക്ഷികൾക്കും ബാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അത് രണ്ടും നടന്നിട്ടില്ലെന്നുള്ളതാണ് വസ്തുത. ഈ തവണ ഇങ്ങനെയൊരു സത്യവാങ്മൂലം ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും വലിയൊരു ജനകീയ പ്രക്ഷോഭം, ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്ക് ഗവൺമെൻറ് പോകും എന്നുള്ള ഉറപ്പിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒന്ന്, ഈ ചീഫ് സെക്രട്ടറി ജയതിലക് എന്ന് പറയുന്നത് മലയോര ജനതയ്ക്ക് 100% എതിരായി നിൽക്കുന്ന ഒരു മനോഭാവമുള്ള ഉദ്യോഗസ്ഥനാണ്. ഒട്ടേറെ ഉപദ്രവങ്ങൾ, നമുക്ക് ഈ ഭൂപതി വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്ര സങ്കീർണത സൃഷ്ടിച്ചത് 2 IAS ഉദ്യോഗസ്ഥരാണ്. അതിലൊരാളാണ് ഈ കക്ഷി. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഇത് കൊടുപ്പിക്കാൻ ഇങ്ങനെ പറ്റി എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ഈ അതിജീവന പോരാട്ട വേദിയുടെ അതിശക്തമായ സമര സമ്മർദ്ദം, അപ്പം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ, അതിനും അപ്പുറത്ത് ഒരുപക്ഷെ UDF എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ സംഘടനയുടെ ഒക്കെ സമരം സത്യത്തിൽ ആരെങ്കിലും ഭയപ്പെടുത്തിയോ? തീർച്ചയായിട്ടും ഭയപ്പെടുത്തി. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ അതിജീവന പോരാട്ട വേദി അല്ലെങ്കിൽ മറ്റ് സംഘടന എന്ന ലേബലിനപ്പുറം നമുക്ക്
നമ്മളുടെ നാടിനെ രക്ഷിക്കേണ്ടതുണ്ടെന്നുള്ള ഒരു പൊതുബോധം ഉണ്ടായി. അതിനോടൊപ്പം ചേരാൻ ഒരു ജാതിമത വ്യത്യാസമില്ലാതെ ഒരു വലിയ കൂട്ടായ്മ മുന്നോട്ട് വന്നു. ആ കാര്യത്തിൽ UDF ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആത്മാർത്ഥതയും കാണിച്ചിട്ടുണ്ട്. സാംസ്കാരിക സ്ഥാപനങ്ങൾ, അടിമാലി അടക്കമുള്ള മേഖലയിലെ ക്ലബ്ബുകളടക്കമുള്ള ഭാരവാഹികളടക്കം വലിയ തോതിലുള്ള സഹകരണമാണ് നമുക്ക് നൽകിയത്. അതിൻ്റെ അകത്ത് ആര് നേതൃത്വം കൊടുക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഈ വിഷയത്തോടുള്ള ഒരു താല്പര്യം എല്ലാവരിലും ഉണ്ടായി. അതിനുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടത്. ഏകദേശം സാധാരണ ജനങ്ങൾക്കിടയിലേക്ക്, അതായത് നമ്മൾ സാമാന്യ ജനങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, ഗാന്ധിജിയുടെ ഭാഷയിലെ കോമൺ പീപ്പിൾ, ഈ കോമൺ പീപ്പിൾ എന്ന് പറയുന്ന സാമാന്യ ജനങ്ങൾക്കിടയിലേക്ക് ഇതിനെ എത്തിക്കുവാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമുകളിലെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ അണികൾ, ഒട്ടനവധി ആളുകൾ ഈ കഴിഞ്ഞ 6-ാം തീയതി നടന്നതിൽ പോലും പങ്കെടുക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ ശക്തമായ വിലക്കും മറ്റു കാര്യങ്ങളും മറികടന്നുകൊണ്ട് ഇത് നമ്മളുടെ ജീവിത പ്രശ്നമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയെന്ന് ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ തവണത്തെ 7-ാം തീയതിയിൽ കോടതിയിൽ നടന്ന സംഭവങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും കൂടുതലായിട്ട്. ഇത് സത്യവാങ്മൂലം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സത്യത്തിൽ കോടതി അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നീട് എന്തെങ്കിലും കമൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഉണ്ടായിട്ടുണ്ട്. ഒന്നിപ്പോൾ ഇവിടെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. 4-ാം തീയതി സത്യവാങ്മൂലം കിട്ടിയിട്ട് പിന്നെ എന്തിനാണ് ഈ 6-ാം തീയതി സമരം ചെയ്തതെന്നുള്ള വലിയൊരു ആരോപണം ഇവരെല്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 4-ാം തീയതി വൈകുന്നേരം കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിൻ്റെ ഏതൊക്കെയോ ഡിഫക്റ്റ് കാരണം അത് തിങ്കളാഴ്ച മാത്രമാണ് അംഗീകരിക്കപ്പെട്ടത്. തിങ്കളാഴ്ച അംഗീകരിക്കപ്പെട്ട സാധനം കിട്ടുന്നത് ഈ കക്ഷി, അതായത് ഹൈവേ അതോറിറ്റിയുടെ അഡ്വക്കറ്റ്സിന് മാത്രമാണ്. കാരണം പുറത്തേക്ക് അത് ഇതായിട്ട് സപ്ലൈ ചെയ്യില്ല. ആ ആൾ വഴി വേണം പുറത്ത് നമുക്ക് ആ കോപ്പി കിട്ടാൻ. നമ്മളുമായിട്ടൊന്നും അങ്ങനെ ഈ അഡ്വക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കൊരു കോടതി വിധി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ആ ഹർജി നമ്പർ മതി. അതേസമയം ഒരു അഫിഡവിറ്റ് ഒരിക്കലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന സിസ്റ്റം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണാജനകമാണ്. തന്നെയല്ല, 2-ാം തീയതി സമരം പ്രഖ്യാപിച്ചതാണ്. ഈ 2-ാം തീയതി സമരം പ്രഖ്യാപിക്കുമ്പോൾ ഇവർ കൊടുക്കുമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവരൊരു കഴിഞ്ഞ 90 ദിവസമായിട്ട് തന്നെ പറയുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു, അതിനുശേഷം ഇവർ പ്രഖ്യാപിച്ചു, അങ്ങനെ പല പ്രാവശ്യം പ്രഖ്യാപിച്ചു. അതിനകത്ത് 100% സമരസമിതിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. ന്യായമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരം ഇപ്പോൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ തലേദിവസം സമരം ചെയ്ത് ഉപരോധിച്ചു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം കുറെ നാളുകളായി ഇത് തടസ്സവാദങ്ങൾ പല കുറി അനുഭവിച്ചതാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ കണ്ടില്ല. ആ സമരം എങ്ങനെയായിരുന്നു? 7-ാം തീയതി കോടതിയിൽ ഈ സാധനം എത്തുന്നത് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽ അന്നേരമാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് സംബന്ധിച്ച അഭിപ്രായം അഡ്വക്കേറ്റ്സിനോട് ചോദിച്ചപ്പോൾ ജയചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് എനിക്കത് സംബന്ധിച്ച് മറുപടി തരാനുണ്ട് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഞങ്ങൾ കാണുന്നത് ആ അഫിഡവിറ്റ് അദ്ദേഹത്തിന് പഠിക്കാനുള്ളൊരു സമയം വേണമായിരുന്നു. അത് മുൻകൂട്ടി കൊടുത്തിരുന്നെങ്കിൽ, ഒരു 4 ദിവസം മുമ്പൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊന്ന് വിധിയാക്കാമായിരുന്നു. ഇത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ തിങ്കളാഴ്ചത്തിലേക്ക് ഡേറ്റ് മാറിയതെന്നാണ് ഞാൻ. അപ്പൊ ഈ ജയേന്ദ്രന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായി, എപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമുക്കൊരു ഭീഷണി, 5% ഭീഷണി എന്നത് ജയേന്ദ്രനാണ് ഞാൻ ചോദിക്കാൻ കാരണം. അപ്പോൾ ആ വിധി അന്ന് തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ആശ്വസിക്കാമായിരുന്നു. തീർച്ചയായിട്ടും ആശ്വസിക്കാമായിരുന്നു. അപ്പോൾ ഇത് ഇന്നിപ്പോ നമ്മൾ ഈ റെക്കോർഡിംഗ് ടൈമിൽ വരെ ഇത്തരം ഒരു ഇടപെടൽ അവിടെ ഉണ്ടായത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുമോ? പ്രതികൂലമായ എന്തെങ്കിലും? ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതുവരെയുള്ള സിറ്റുവേഷൻ, ഈ പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ ഒരു മനോഭാവം, നിയമത്തെയും ചട്ടത്തെയും അധികരിച്ചുകൊണ്ട് വിധി പറയുന്ന ഒരു ആളായിട്ടാണ് പൊതുവെ വീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വിധി കിട്ടാൻ പൂർണ്ണമായി നമ്മുടെ പ്രതീക്ഷ. അതെ. പക്ഷെ പലപ്പോഴും കോടതി നിലവിലുള്ള നിയമത്തെ വ്യാഖ്യാനിക്കുകയും വനനിയമം അതിസങ്കീർണമായ വനനിയമം ആയതുകൊണ്ട് ആ വനനിയമത്തെ ഇവർ വ്യാഖ്യാനിച്ച് ഈ പരിസ്ഥിതിവാദികളോ അല്ലെങ്കിൽ അതിന് ഉതകുന്ന ചില അഡ്വക്കേറ്റ്സോ വക്കീലന്മാരോ ഇത് വാദിച്ച് കോടതിയിലെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ കഴിയുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ പോലും നമ്മളങ്ങനെ പറയുന്നത് ശരിയുമല്ലെങ്കിൽ പോലും പലപ്പോഴും ഈ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന, ഇപ്പോൾ സ്വർണം പൂശിയ കാര്യത്തിലൊക്കെ തെറ്റിദ്ധാരണ നടക്കുന്നുണ്ടല്ലോ, കോടതി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും സാധ്യത അങ്ങ് കാണുന്നു? നമുക്ക് തടസ്സമായിട്ട് വരേണ്ടിയിരുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ്.
അവർ ഈ കേസിൽ കക്ഷിയാണ്. അവർ ഈ കഴിഞ്ഞ 2 അവധിക്ക് മുമ്പ് തന്നെ അവരുടെ നിലപാട് സുവ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപ്രകാരം ഈ ഭൂമി സംബന്ധിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് യാതൊരുവിധ അഭിപ്രായ ഭിന്നതയില്ലെന്നും സ്റ്റേറ്റ് ഗവൺമെന്റിന് സമ്പൂർണ്ണമായി തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന് എഴുതി കൊടുത്തതോടുകൂടി ഇവരുടെ വലിയൊരു ആയുധം നഷ്ടപ്പെട്ടു. സാധാരണ കേന്ദ്ര ഗവൺമെന്റ്, പരിസ്ഥിതി മന്ത്രി ഇതൊക്കെയാണല്ലോ പറയുന്നത്. ആ ഒരു സാധ്യത അടഞ്ഞു എന്നുള്ളതാണ്. ഈ ജയതിലക കൊടുക്കാനുള്ള കാരണം അത് തന്നെയാണ്. ഇനി കേന്ദ്രത്തെ പഴി പറയാൻ പറ്റില്ല, കാരണം രേഖാമൂലം എഴുതി കൊടുത്തു. കേന്ദ്രം ധൈര്യമായിട്ട് സ്റ്റേറ്റിന് കൊടുക്കാന്നുള്ളത്. അപ്പോൾ ആ വക വഴികളെല്ലാം അടഞ്ഞപ്പോഴാണ് ഈ സാധനം കൊടുക്കാമെന്നുള്ള അന്തിമ തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ജയചന്ദ്രന്റെ വെറും വാദങ്ങൾ, തെളിവുകളില്ലാതെയുള്ള ചില പരിസ്ഥിതി വാദങ്ങൾ മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഒരുപക്ഷെ അദ്ദേഹം കോടതിയിൽ പറയാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ ഈ പണി ചെയ്യുന്ന 15 മീറ്റർ താഴെ വരുന്ന ഭാഗം നടക്കട്ടെ, 100 അടി എന്നുള്ളത് കോടതി കൂടുതലായിട്ട് പഠിച്ചു വേണം ചെയ്യാനെന്നുള്ളത് പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ കോടതിക്ക് ചിലപ്പോൾ ഒരു ഭാഗിക വിധിയിലേക്ക് വരാം. കാരണം വേറെ 2 ഹർജി കിടക്കുന്നുണ്ട്. MP കക്ഷിയായിട്ടുള്ളതും നമ്മുടെ സിജുമോൻ ഫ്രാൻസിസ് കക്ഷിയായിട്ടുള്ള 2 ഹർജികൾ ഹൈക്കോടതിയിൽ കിടക്കുകയാണ് സംബന്ധിച്ച്. അല്ല, ഈ കാര്യത്തിൽ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ കോടതി വിസ്തരിക്കുക എന്തെങ്കിലും ചെയ്തോ? റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ ആദ്യഘട്ടത്തിൽ കക്ഷിയാക്കിയെങ്കിലും ഇപ്പോൾ ചീഫ് സെക്രട്ടറി വന്നപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും തലപ്പത്ത് ചീഫ് സെക്രട്ടറി വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആകെ അഭിപ്രായം അതിൻ്റെ അകത്ത്. അതിന്റെ ഫോറസ്റ്റോ റവന്യൂ 1932 വിജ്ഞാപന പ്രകാരം 50 അടി ഇടത്തോട്ടും 50 അടി വലത്തോട്ടും ആയി 100 അടിയാണല്ലോ. ആ കാര്യത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാടാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിൻ്റെ അത് ജില്ലാ കളക്ടർക്കുള്ള കയ്യിലടക്കമുള്ള രേഖകൾ പരിശോധിച്ചിട്ടാണ് ഈ 13 പേജുള്ള അഫിഡവിറ്റ് നൽകിയിരിക്കുന്നത്. അതിൽ ആ കാലം മുതൽ 32 മുതൽ ഇത് റവന്യൂ പുറമ്പോക്കായി തന്നെ സംരക്ഷിച്ചു വരുന്നതാണെന്നും അതിന് റവന്യൂവിൽ ഒട്ടനവധി രേഖകൾ ഈ 57 കാലത്തുണ്ട്, അങ്ങനെ 96-ലുണ്ട് തുടങ്ങിയുള്ള ഒരു ചരിത്രം തന്നെ ഇവർ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് ഈ റവന്യൂവിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്നതാണ്. 6-ാം തീയതി ഒരു ഉപരോധ സമരം നടന്ന കാര്യം അങ്ങ് സൂചിപ്പിച്ചല്ലോ. ആ സമരം എങ്ങനെയായിരുന്നു? നമ്മൾ ഒരു ആത്മവിശ്വാസ പ്രശ്നം വന്നു. കാരണം 3 മാസമായിട്ട് ഇത്ര അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു വഴിയെ ഇവർ ഗൗരവപൂർവ്വം കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ടായി. ഞങ്ങൾ റോഷി അഗസ്റ്റിൻ്റെ ഓഫീസിലേക്ക് ഒരു സമരം വെച്ചിരുന്നു. അത് പാർട്ടി നേതാക്കൾ വിളിച്ച് ചർച്ച ചെയ്ത് ഗ്യാരണ്ടി ആയിട്ടും അടുത്ത അവധിക്ക് കോടതിയിൽ ഞങ്ങൾ ഇത് കൊടുപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നു. 27-ാം തീയതി എടുക്കുന്ന, കഴിഞ്ഞ മാസം 27 എടുക്കുന്നു. അവിടെയും ഇവർ ഒരു വഞ്ചനയാണ് കാണിച്ചത്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇടുക്കിയിലെ നേതാക്കൾക്കോ MLAക്കോ ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണ അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇവരെ അവർക്ക് സ്വീകാര്യമല്ല. അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു. അപ്പോൾ ശക്തമായ സമരമുഖം വീണ്ടും തുറക്കണമെന്ന ഒരു അഭിപ്രായം സമരസമിതിയിലുണ്ടാകുകയും അതേ തുടർന്ന് 6-ാം തീയതി ആദ്യഘട്ടം, 2-ാം ഘട്ടവും പ്രഖ്യാപിച്ചിരുന്നു. ചക്രസ്തംഭനം അടക്കമുള്ള MLAമാരെ തടയുന്ന അടക്കമുള്ള അതിശക്തമായ സമരവും പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെയാണ് 6-ാം തീയതി ഒരു ഉപരോധം എന്ന നിലയ്ക്ക്. ആ ഉപരോധ സമരം വിജയമായിരുന്നു എന്ന് തന്നെ കണക്കാക്കുന്നു. 100%. നമുക്ക് ഈ സമൂഹത്തെ പ്രതികരിക്കുന്ന നേതൃത്വങ്ങൾ മുഴുവൻ ആ സമരത്തിലുണ്ട്. ജനക്കൂട്ടമല്ല പ്രശ്നം. ഒത്തിരി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായിട്ട് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പ്രാതിനിധ്യമാണ് ഉപാധിയില്ലാതെ. ഇതേ പ്രാതിനിധ്യം തന്നെ അതിന് തൊട്ട് മുമ്പ് നടന്ന ഈ കർഷക കോൺക്ലേവ് നടന്നല്ലോ അടിമാലിൽ. വി.ഡി. സതീശനാണ് പങ്കെടുത്തത്. അതിലും ഈ പ്രാതിനിധ്യം അനുഭവപ്പെട്ടുവോ? തീർച്ചയായിട്ടും. കാരണം അത് ഇതിനേക്കാൾ കൂടുതൽ സമൂഹത്തിൻ്റെ ഒരുപക്ഷെ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ആളുകൾ ഒഴികെ സമൂഹത്തെ നയിക്കുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം ആ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. അത് ഭൂപതിവ് ചട്ടവുമായി ബന്ധപ്പെട്ട, നിയമവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടായ്മയായിരുന്നല്ലോ. അതിനകത്ത് ഈ NH-85 ചർച്ചയിൽ വന്നോ? തീർച്ചയായിട്ടും NH-85 ചർച്ചയിൽ വന്നു. ആ കാര്യവും പ്രതിപക്ഷ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നതെന്നും അതിനുള്ള പ്രതികരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരുന്നു. ഈ 7-ാം തീയതിയിലെ ഈ ജസ്റ്റിസിൻ്റെ കമൻറ്റിലേക്ക് ഞാൻ വീണ്ടും ഒന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്നതായി എന്തെങ്കിലും തോന്നിയോ? അതിൽ ഈ 2 ദീർഘനാളത്തെ ടൈമിട്ട അവധി കോടതി വെച്ചത്. നമ്മൾ ജൂലൈ 7-ന് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. ഈ 2 സുദീർഘമായ അവധി കൊടുത്തിട്ടും ഇവരിത് കൊടുക്കാതെ വന്നതോടുകൂടി കോടതിക്ക് ഒരു പ്രകോപനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ തവണത്തെ അവധിയിലിട്ട ഒരു ഇൻട്രീം ഓർഡറുണ്ട്. ആ ഓർഡറിൽ കോടതി പറയുന്നുണ്ട്, ഇനിയും ഈ കോടതിയോട് അവധി ചോദിച്ച് ഇത് ചെയ്യില്ലെന്ന് ഞങ്ങൾ കരുതുന്നു, അതുകൊണ്ട് തന്നെ ഓർഡറിനായി ഇടുന്നതാണ് സർക്കാരിനോടാണ് ആവശ്യം. അതെ 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 അത് സർക്കാർ മാത്രമാണ് കക്ഷി. കേരള സാർ ഇതിൻ്റെ അകത്ത് ഈ വനം എന്നുള്ളത്
കേരള സർക്കാരിന് ഉത്തരവാദിത്വമില്ലെന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. നമ്മൾ മലയാളികളിലെ പൊതുവെ കേരളത്തിലൊരു പൊതുസങ്കല്പമുണ്ട്, ഇതൊരു കൺകറന്റ് ലിസ്റ്റാ. സാറിപ്പോ ഒരു വനത്തിൽ അതിക്രമിച്ച് കയറിയാൽ കേന്ദ്ര നിയമം അനുസരിച്ചാണോ കേസെടുക്കണേ? 1961 കേരള ഫോറസ്റ്റ് ആക്ടാ ഉപയോഗിക്കുന്നത്. കേന്ദ്രം, അതെ, കേന്ദ്രത്തിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ കൃത്യമായി റിസർവ് ഫോറസ്റ്റ് ആണെന്ന് ഗ്യാരണ്ടി ഉള്ള പ്രദേശത്തെ മാർക്ക് ചെയ്ത് അത് കേന്ദ്രത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനമോ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഭൂമി തിരിച്ചെടുക്കണമെങ്കിലോ അതിന് തന്നെയല്ല, നമുക്ക് അതിന് സ്വതന്ത്രമായ ഒരു വകുപ്പുണ്ടല്ലോ, ഒരു മന്ത്രി ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അധികാരമുണ്ട്. തന്നെയല്ല ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നതും DA കൊടുക്കുന്നതും എല്ലാം കേരള ഗവൺമെന്റ് ആണല്ലോ, അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ്. മറ്റു ചില ഫണ്ടുകളാണ് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വനസംരക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. വിദ്യാഭ്യാസ വകുപ്പും കേന്ദ്ര ഇതുണ്ട്. നമുക്ക് ഈ തടസ്സം പറയാറില്ല. പഞ്ചായത്ത് രാജ് ആക്ട് കേന്ദ്ര നിയമം. നമ്മൾ ഈ കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ വനത്തെ മാത്രം വരുമ്പോൾ നമുക്ക് അധികാരമില്ല, ഫോറസ്റ്റുകാരെടുത്ത് അവർക്ക് വലിയ ഒരു അധികാരവും ഇവർക്കില്ല സാർ. ഫോറസ്റ്റുകാർ പലപ്പോഴും പറഞ്ഞ് രക്ഷപ്പെടുന്നത് ഇങ്ങനെ പറഞ്ഞാണ്. അതെന്താ ഇവരെ ഒരു കൂട്ടുകെട്ടിൽ അതുണ്ടാക്കിയത്. ഇതൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഉപദ്രവിക്കാനുള്ള വ്യക്തമായ. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. കേന്ദ്ര ഈ 2024 ഏറ്റവും ലേറ്റസ്റ്റ് വന സർവേയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചേക്കണം 9200 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കണക്ക് 11500, 527 എന്ന് വെച്ചാൽ 2300 ഹെക്ടർ. 5.25 ലക്ഷം ഏക്കർ ഭൂമി നുണ പറഞ്ഞ് കണക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നുണ പറഞ്ഞ്. അപ്പൊ അത് റോഡാകാം, സാറിന്റെ സ്ഥലമാകാം, എൻ്റെ സ്ഥലമാകാം. ഇവരെ ഈ കാര്യത്തിൽ കേരളം കാണിക്കുന്ന ഒളിച്ചുകളി, അതുമായി ബന്ധപ്പെട്ട് മേടിച്ചെടുക്കുന്ന ഫണ്ടുകൾ. ഇപ്പൊ ഇവിടെ 100 ഏക്കർ പോവും. ഇപ്പൊ ഈ 100 അടി അംഗീകരിച്ച 100 ഏക്കർ പോവും. വനമെന്ന് പറഞ്ഞാൽ പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 100 ഏക്കർ പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളുണ്ട്, ആവശ്യമുണ്ട്. അല്ല, അതിന് പകരം ഇപ്പൊ അവര് ഏതാണ്ട് 978 കുടുംബങ്ങൾ നേര്യമംഗലം ഭാഗത്ത്, അത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഉൾപ്പെടെ വില്ലേജിൽ ഉൾപ്പെടെ വരുന്നുണ്ട്, അടിമാലി വില്ലേജിലുണ്ട്. അപ്പൊ ഈ 978 കുടുംബങ്ങൾ കയ്യേറ്റക്കാരാണെന്നും അവർ വനഭൂമി കയ്യേറിയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും നിയമസഭയിൽ വനം വകുപ്പ് കൊടുത്ത രേഖ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് ഏതാണ്ട് 3750, 4000 ഏക്കറാന്ന് എനിക്ക് തോന്നുന്നത് മൊത്തത്തില്. ഇപ്പൊ നമുക്ക് ഇന്ന് പത്രത്തിലൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നേക്കുന്നത് നേര്യമംഗലം റേഞ്ചിന്റെ കീഴില് അവിടെ 1250 ഏക്കർ ഉണ്ട്. അതേതാണ്ട് ഈ 3 DFOയുടെ കീഴിൽ വരുമോ? രണ്ടും അതെ, നേര്യമംഗലം അടിമാലി 3 കീഴിലാണ്. അതിൽ ഒരു റേഞ്ചിൽ മാത്രം, അതായത് നമ്മുടെ ഇരുമ്പുപാലം ചിലത്തോടെ ആ ഭാഗം തുടങ്ങി കാഞ്ഞിരവേലി തുടങ്ങി കുറച്ച് കുട്ടമ്പുഴയിലും കുറച്ച് ഈ ഭാഗത്തും വരുന്നു, കനകുട്ടി ഭാഗത്തും വരുന്നു. അപ്പോ ആ അത്രയും ഭാഗത്ത് 900 കുടുംബം 1000 കുടുംബം അല്ല, അത് പഴയ കണക്കാ. 1000 പട്ടയങ്ങളാ, അലി പട്ടയത്തിന് അപേക്ഷിച്ച് വെച്ചവരാ. അതിന്റെ അകത്ത് വിഭജനം നടത്തേണ്ട ഭൂമിയിൽ ഒരു 3000 കുടുംബങ്ങളിലുണ്ടെന്ന് ഞാനിപ്പോ അറിയുന്നു. അത്രയും ഭാഗത്ത് ഈ ഒറ്റ റേഞ്ചിന് കീഴിൽ ഈ 3000 കുടുംബങ്ങളെ കുടിയിറക്കാനുള്ള ലിസ്റ്റും പദ്ധതിയും എല്ലാം സെറ്റാണ്. ഈ ഒരു റൗണ്ട് അടുത്ത ഭരണം വരുമ്പോൾ ഈ 3000 കുടുംബങ്ങളെ റൂട്ടിൽ കളയും, ഒരു സംശയം വേണ്ട. ഇനി ഇപ്പുറത്ത് അടിമാലി മന്നങ്കാല വില്ലേജിലും കൊന്നത്തടി വില്ലേജിലുമായിട്ട് 2500 ഏക്കർ കൂടി വരണം. അതിന്റെ ലിസ്റ്റ് ആരുടെ ഭൂമിയാണെന്ന് വ്യക്തതയില്ലാതെ, വ്യക്തമായ ഇത് കിട്ടിയിട്ടില്ല. അവിടെ ഉണ്ട് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ആദ്യ ലിസ്റ്റ് പുറത്തു വന്നു, പിന്നാലെ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ഫലമായി ഈ ലിസ്റ്റുകളുടെ തുടർച്ച നമ്മുടെ ഇടുക്കി ജില്ലയെ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക് വളരാനാണ് ശ്വാസം മുട്ടിച്ച് പുറത്തു കളയും. അത് പ്രത്യേകിച്ച് ഈ ഭരണകൂടമാണെങ്കിൽ ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽ പവറുകളും ഇവിടെ പ്രാദേശികമായിട്ട് ഉണ്ടെന്നുള്ള ഭീഷണിയുണ്ട്. ശരി, അങ്ങേക്ക് വ്യക്തിപരമായ ചില ഭീഷണികളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായ ചെറിയ ഭീഷണിയല്ല സാർ ഇത്. ഒന്ന്, ഒരു തീവ്രവാദ സംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്കുള്ള ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, അതും ജില്ലാ ലെവലിലുള്ള ഉത്തരവാദിത്ത നേതാക്കൾ വിളിച്ചു പറയുന്നു പത്രസമ്മേളനത്തിലൂടെ. അതുപോലെ തന്നെ വലിയൊരു ബിനാമി സ്വത്ത് ഞാനിവിടെ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്നെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ, വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പട്ടികയിലേക്ക് വന്നു. ഇപ്പൊ ഇന്നലത്തെ ഒരു പ്രസ്താവന, ഞാൻ ഈ കോൺഗ്രസ്സുകാരെ എല്ലാം തീവ്രവാദികളാക്കി BJP-ക്കാരെ സഹിതം BJP-ക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള അത്ഭുതകരമായൊരു സംഭവമുണ്ട്. ഒരു സമനില തെറ്റിയ ഒരു രീതിക്കുള്ള ഒരു പ്രകടനമായിട്ടാണ് എനിക്ക് അത് ഫീൽ ചെയ്തത്. അതായത് NH അനുകൂലമായി നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ തീവ്രവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്
അങ്ങനെയാണ് അല്ലെങ്കിൽ അത്തരം പിന്തുണയോടെയാണ് എന്ന് പറഞ്ഞു പരത്തുകയാണ് അല്ലേ? അതിനകത്തെ നമ്മൾ സാധാരണഗതിയിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു തീവ്രവാദ സംഘടനയുടെ പ്രതിനിധി ഉണ്ടെങ്കിൽ അവർക്ക് പോലീസ് സംവിധാനം ഉണ്ടല്ലോ. അവരെത്രയോ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കുകയും ഈ രാജ്യത്തിന് ദോഷമല്ലേ. അപ്പൊ അത് കണ്ടുപിടിക്കാനോ അന്വേഷിക്കാനോ ഇതൊന്നും തയ്യാറാകാതെ ഇനി ബിനാമി സ്വത്ത്, ഈ ബിനാമി സ്വത്തുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പാടില്ലേ? ഇതൊന്നും കണ്ടുപിടിക്കാതെ ഊഹാപോഹം പത്രസമ്മേളനത്തിൽ പറയുകയാണോ? ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഏജൻസികൾ വെച്ച് അന്വേഷിച്ചിട്ട് ഈ ആൾ അറസ്റ്റ് ചെയ്യല്ലേ വേണ്ടേ? അതൊന്നും ചെയ്യാതെ നിരന്തരം തീവ്രവാദിയാണ്, ഇനി ആരെങ്കിലും ഏറ്റെടുത്തോ എന്ന് പറഞ്ഞുള്ള ഒരു ഒരു നാടകം, ഒരു രാഷ്ട്രീയ ക്വാളിറ്റി. ജനാധിപത്യ രാജ്യത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തെ ആകെ ഖനിക്കുന്ന തരത്തിൽ റോഡ് നിലനിന്നു പോകുമെന്ന് കണ്ടപ്പോഴാണ് അതിജീവന പോരാട്ട വേദി അല്ലെങ്കിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനകളൊക്കെ അതിനെതിരെ പുറപ്പെടുന്നത് അല്ലേ? അവരൊക്കെ മറ്റെന്തെങ്കിലും ലേബൽ ചാർത്തി മേൽവിലാസത്തിലൂടെ അറിയിച്ച് ജനങ്ങളെടുപ്പ് അവരുടെ സ്വത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞ് ഐഡന്റിറ്റി ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. ഇത് ചില ഏകാധിപതികൾ ഭരിച്ച നാടുകളിൽ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്വാസം വിടുന്നത് പോലും വ്യത്യാസപ്പെട്ടവനെയൊക്കെ കൊന്ന് ആറ്റി തള്ളിയിട്ടുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്തും കേവലം ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ ഭാഗമായി ഏറെക്കാലം ഇരിക്കുമ്പോൾ ദുഷിപ്പുണ്ടാകുക എന്നുള്ളത് ഒരു സ്വാഭാവികമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഒരു അറ്റാക്കിംഗ് ആണ് നമുക്കെതിരെ. ഏതായാലും അതിജീവന പോരാട്ട വേദിക്ക് വേണ്ടി എതിരെ മാത്രമല്ല UDF-നെതിരെയും BJP-ക്കെതിരെയും ഒക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. തന്നെയല്ല, ഞങ്ങളെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നൊരു രാഷ്ട്രീയ അതിനുള്ള വലിപ്പം ഞങ്ങൾക്കുണ്ടോ? അല്ല, ഇപ്പൊ ഈ തിങ്കളാഴ്ച ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ 13-ാം തീയതി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണല്ലോ പ്രതീക്ഷ. അങ്ങനെ പരിഹരിക്കപ്പെടുമ്പോൾ നിങ്ങൾ അടങ്ങുന്ന ഈ അതിജീവന പോരാട്ട വേദി അടങ്ങുന്ന ഈ സമരസമിതി ഉണ്ടല്ലോ, എന്തായിരിക്കും നിലപാട്? നമ്മളത് മറ്റൊരു രീതിയിലേക്ക് രാഷ്ട്രീയവൽക്കരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു സന്തോഷ പ്രകടനം ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് ഒരു പാർട്ടിക്കെതിരെ ഒന്നുമല്ല. ഇതിന്റെ അകത്ത് അങ്ങനെ രാഷ്ട്രീയം കാണണ്ട. ഞങ്ങളിപ്പോ കേരളത്തിന്റെ ഒരു മനോഭാവം തന്നെ ഈ കാര്യത്തിൽ നമുക്ക് എതിരാന്ന് വിശ്വസിക്കുന്നു. അല്ല, ഈ കാര്യത്തിൽ അങ്ങനെ ഇനിയിപ്പോ അങ്ങനെ ഒരു ഇത് വന്നാൽ പോലും ഇതിപ്പോ പാർട്ടിക്കെതിരാവും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതേ ഇല്ല. കാരണം പാർട്ടി ജനപക്ഷത്ത് നിൽക്കുന്നു എന്നാണല്ലോ പാർട്ടി അവകാശപ്പെടുന്നത്. അങ്ങനെ ആവണമല്ലോ, അങ്ങനെയാണല്ലോ അവകാശപ്പെടണം. അപ്പൊ ഇങ്ങനെ ഒരു വിധി വരികയാണെങ്കിൽ അത് ഹൈറേഞ്ചിലെ മുഴുവൻ ജനങ്ങൾക്ക് അവകാശപ്പെട്ട വിധിയായിരിക്കും ഉറപ്പായിട്ടും. അതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ, അത് ഇടത് വലത് അല്ലേ ഭേദമന്യേ എല്ലാവരും ഈ ആഹ്ലാദത്തിൽ പങ്കുകൊള്ളേണ്ടതാണ്. തീർച്ചയായിട്ടും എല്ലാവരും കൂടി ആഘോഷിക്കേണ്ടുന്ന ഒരാഘോഷം, ഒരു പ്രതിരോധം. നമ്മുടെ വീട്ടിലേക്കുള്ള വഴി തടഞ്ഞതിന് നമ്മൾ അഭിമാനപൂർവ്വം പൗരബോധത്തോടെ ഇടപെട്ട് അതിനെ നിലയ്ക്ക് നിർത്തി. അത് പ്രബലന്മാരോട് ഏറ്റുമുട്ടി. അപ്പൊ അതിനെ രാഷ്ട്രീയമായിട്ട് കാണാതെ അതിലേക്ക് എല്ലാവരും വന്ന് ഈ നാടിന്റെ ശക്തി, ഭാവിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനും കൂടി അത് ഉപകരിക്കുക ആഘോഷം. തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് അങ്ങനെയാണ് സംഭവിക്കുക, കാര്യത്തിൽ സംശയമില്ല. കാരണം ആർക്കും ഇപ്പൊ ജനപക്ഷത്തോട് ചേർന്ന് നിൽക്കാനുള്ള എല്ലാവർക്കും താല്പര്യം അത് തന്നെയാണ്. ജനപക്ഷത്തു നിന്ന് വിരുദ്ധമായിട്ടാണ് പാർട്ടി അങ്ങനെ പോയത് എന്നൊന്നും നമ്മൾ കരുതേണ്ടതുമില്ല. ഞാൻ പറയാൻ വന്നത്, ഇപ്പൊ ഈ 978 കുടുംബങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, അത് ഈ നേരിമംഗല ഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് കാഞ്ഞിരവേലിയിലെ ഭാഗമല്ലാണ് ആണ്. അവിടെ പാവങ്ങൾ മനുഷ്യർ കുറെ ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരെ ഒഴിപ്പിക്കുക എന്നുള്ള ഇവരുടെ അജണ്ടയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആനയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. വന്യജീവിയെ കൊണ്ട് പരമാവധി ശല്യം ഉണ്ടാക്കി കൃഷിയൊക്കെ പലരും ഉപേക്ഷിച്ചിട്ടുണ്ട്. സ്വാഭാവിക കടായി അത് വെച്ചിട്ട് ഇവർ വേറൊരു പ്രൊജക്ട് ഇട്ടായിരുന്നു. TN സീമ നയിക്കുന്ന നവകേരള പ്രൊജക്റ്റിൽ പെടുത്തി ഇവർക്കെല്ലാം ഒരു 15 ലക്ഷം വെച്ച് കൊടുത്ത് ഒഴിപ്പിക്കാൻ നോക്കിയിരുന്നു. സാറേ, 2-3 ഏക്കറും വീടും ഉള്ളവൻ എങ്ങനെ ഈ 15 ലക്ഷത്തിന് ഒഴിഞ്ഞു പോകും? നമുക്ക് 1 സെന്റിന് മലപ്പുറത്തൊക്കെ ഇപ്പൊ ഈ റോഡ് വികസനത്തിന് കേരള ഗവൺമെന്റ് സഹിതം കണ്ടെത്തിക്കണം 32 ലക്ഷം രൂപ 1 സെന്റിന്. ഇവിടെ 3 ഏക്കറുകാരനും വീടിനും കൂടി 15 ലക്ഷം. അപ്പൊ അങ്ങനെ അത്ര മനസാക്ഷിയില്ലാത്ത പദ്ധതിയിലൂടെ കേരളത്തിലെ 2.5 ലക്ഷം കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ ഈ സർക്കാർ, ഇടത് സർക്കാർ 2021 പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇത് നടപ്പാക്കാൻ വന്നപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ളവർ ആ സമയത്ത് രംഗത്ത് വരികയും എതിർക്കുകയും ചെയ്തു. അതിന്റെ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് 5 സെന്റിനും കൊടുക്കും. അപ്പൊ എനിക്ക് ഒരു 3 ഏക്കറും വീടുമായിട്ട് താമസിക്കുന്നതിന്റെ എൻ്റെ ചുറ്റും ഒരു 4-5 സെന്റുകാരുണ്ടെങ്കിൽ, ഒരു പടുത വീടുവാണെങ്കിൽ അവരെ ഒഴിപ്പിച്ച് അത് വനമാക്കും. നടുക്ക് ഞാൻ പെടും. എൻ്റെ 3 ഏക്കർ ഞാൻ 15 ഒഴിയും. ആ ഒരു തന്ത്രം, ഒരു കുതന്ത്രം ഇവർ ഉപയോഗിക്കുന്ന ബുദ്ധി ചെറുതല്ല. ഞങ്ങളിത് വളരെ മുൻകൂട്ടി കാണാൻ, വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് ഞങ്ങൾ തടയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവരെത്ര മാത്രം ചിന്തിക്കുമെന്ന് വളരെ ക്ലിയർ ആയി പഠിച്ചിട്ട് തന്നെയാണ്
അതിനപ്പുറമുള്ള ബുദ്ധി നമ്മളും ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് നേടില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ഇവരെ മറികടന്നു എന്നുള്ള ഭീതി ഇവർക്ക് എല്ലായിടത്തും ഉണ്ട്, സ്റ്റേറ്റിലുണ്ട്, വലിയ ചർച്ചയുണ്ട്. ഒരു പക്ഷേ അവസരം കിട്ടിയാൽ ഇവർ നമ്മളെ എന്നെയൊക്കെ പോലുള്ളവരെ തീർച്ചയായിട്ടും ഈ ഭൂമുഖത്ത് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ടാവില്ല അങ്ങനെയൊന്നും അവസാനിപ്പിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആശയങ്ങളെ ഒന്നും നശിപ്പിക്കാനാവില്ല. അതൊക്കെ ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയർക്കുമെന്ന മുദ്രാവാക്യം പോലെ തന്നെ ആശയങ്ങളിൽ നിന്ന് 1000 പേർ വരും. ആളുകളെയൊക്കെ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ ആശയങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പാബ്ലോ നെരൂദ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു പൂവിനെ ഇറുത്ത് കളയാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഒരു പൂന്തോട്ടത്തെ ആകെ, ഒരു വസന്തത്തെ ആകെ, പൂവിനെ പുഷ്പിക്കുന്ന ഒരു വസന്തത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. ആ വസന്തം വരിക തന്നെ ചെയ്യും. അക്കാര്യത്തിലൊക്കെ താൽക്കാലികമായി ചില തടഞ്ഞു നിർത്തലൊക്കെ ഉണ്ടായാൽ പോലും. അപ്പോൾ പോട്ടെ, ഞാൻ പറയാൻ വന്നത്, ഇന്ന് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പുതിയ ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് വിനോയ് തോമസ് എന്ന്. അദ്ദേഹത്തിൻ്റെ ലേഖനം ഇന്ന് മനോരമയിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മമ്മിയുടെ സ്വഭാവവും കൃഷിരീതികളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ സഞ്ചാരപ്രിയയായ മമ്മി മറ്റ് നാടുകളിലൂടെയൊക്കെ പോയിട്ട് വന്നതിൻ്റെ അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ കൃഷി ചെയ്യുന്നിടത്തെങ്ങും ഒരു വന്യമൃഗവും ഇല്ല. കൃഷി ചെയ്യുന്നിടത്ത് ഒരു വന്യമൃഗം വരാൻ, അവിടെ കൃഷി ചെയ്യുന്നത് വന്യമൃഗത്തിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടി മാത്രമാണ്. വന്യമൃഗത്തിന് വേണ്ടി വനത്തിൽ ആഹാരമുണ്ട്, അതവിടെ കൊടുക്കും. നമ്മൾ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ വന്യമൃഗത്തിന് വേണ്ടിയിട്ടാണ്. കേരളത്തിലെ ഏറ്റവും ഗുരുതരമായി കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ സങ്കടം, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടതുണ്ട്, പല ഗുരുതരമായ, അവരൊക്കെ മാനസികമായ വലിയൊരു മാനസിക രോഗികളുടെ പട്ടികയിൽ കിടക്കുന്ന. അവിടെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്രത്തിലേക്ക് ആ നിയമം, ഈ നിയമം, ഇതൊന്നും സാർ നമുക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായി പരിഹരിക്കാനുള്ള ശാസ്ത്രീയ മാർഗം നമുക്കുണ്ട്. സ്റ്റേറ്റിന് പരിഹരിക്കാമെന്നേ. ഇപ്പം ഈ നിയമം ഉണ്ടാക്കിയതല്ലോ, നിയമമൊക്കെ തട്ടിപ്പാണ്. ആ നിയമമൊന്നും ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല, കാരണം നിയമം ഓൾറെഡി ഉണ്ട്. കേരള സ്റ്റേറ്റിന് ഇത് പരിഹരിക്കാനാണെങ്കിൽ ഇവിടെ ഈ കേന്ദ്ര നിയമത്തിലെ ഇപ്പോൾ അപകടകാരിയായ മൃഗമെന്ന് കരുതുന്നതിനെ കൊല്ലാൻ നിയമത്തിലുണ്ട്, വ്യവസ്ഥയുണ്ടല്ലോ. പിന്നെ ഇവർ പറയുന്ന SOP, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, അത് ചുമ്മാ ഒരു ഇത് മാത്രമാണ്. അല്ല, അതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുകയും അതിന്റെ വിജ്ഞാപനം ആവുന്നു എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. സാധ്യമല്ലല്ലോ, കാരണം അത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ നേരിട്ട് കണ്ടാലും വിശ്വസിക്കരുത്. കാരണം ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇപ്പൊ പലരും ഇവര് 9 വർഷമായല്ലോ എന്ത് ഈ ബുദ്ധി ഇപ്പോഴാണ് ബോധിക്കുന്നത്. അപ്പൊ ഇലക്ഷൻ 9 വർഷമായി വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്ന ആളുകളെ കൊല്ലുന്നു ഇല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസവും രണ്ട് പേരെയാണ് ആന വടക്കും തെക്കുമായിട്ട് കൊല്ലുന്നത്. ഇതിങ്ങനെ സഞ്ചരിക്കുക. ഇതുവരെ ഇവർക്ക് എന്തേ ഈ ബുദ്ധി ഒതുക്കാതിരുന്നു? ദാസ, എന്താ ഈ ബുദ്ധി നമുക്ക് നേരത്തെ ഒതുക്കാത്തത്? ഈശ്വര, എന്തേ ഇവർക്ക് സത്യത്തില് ഇത്ര വഞ്ചന? ഈ ഇലക്ഷന്റെ ഒരു വർഷത്തേക്ക് എൻ്റെ അഭിപ്രായം, ഒരു ജനാധിപത്യ ഗവൺമെന്റിനെയും ഈ ഒരു വർഷം ഇലക്ഷൻ കാലത്ത് ഒരു നിയമം ഉണ്ടാക്കാൻ അനുവദിക്കരുതെന്നുള്ള അഭിപ്രായമാണ്. അതൊരു വഞ്ചനയാണ്. കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രപതി വേണ്ട കേസിൽ ഒരു നിയമം ഉണ്ടാക്കി ഇപ്പൊ അങ്ങോട്ട് വിടുക. ഇലക്ഷൻ കാലത്ത് ജനങ്ങളുടെ ബോധ നിലവാരത്തില് മാറ്റം ഉണ്ടായാലും പോരെ? കാരണം ഇലക്ഷൻ കാലം ആണ് എന്നൊരു ബോധം ജനങ്ങൾക്കുണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിൽ. വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിക്കേണ്ടി വരും. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഞങ്ങളൊരു സുഹൃത്ത് എഴുതിയിട്ടുണ്ട്, ഡീപ്പ് സ്റ്റേറ്റ്. അതായത് ഈ ഭരിക്കുന്നവർക്കൊന്നും പ്രത്യേകിച്ച് റോളില്ല. ഏതൊക്കെയോ അജ്ഞാത ശക്തികൾ നമ്മുടെ കോടതികളെ അടക്കം, നമ്മുടെ മാധ്യമ മേഖലയടക്കം ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഈ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് വിദ്യാഭ്യാസ മേഖലയിലും അവരുടെ കൈകൾ ഉണ്ട് എന്നാണ് ഞങ്ങൾ ഇപ്പം കരുതുന്നത്. അത് പ്രത്യേകമായ ഒരു അജണ്ട, ബോധപൂർവമായ ഒരു അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കപ്പെടുന്നുണ്ട്. അത് അവിടെ മാത്രമല്ല, പരിസ്ഥിതി മേഖലയിലുണ്ട്. ഈ സാധാരണക്കാരന്റെ ജീവിതത്തിലുടനീളമുണ്ട്. അത് സംശയമില്ല. അത് അജ്ഞാതമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും, അദൃശ്യമാണെന്ന് നമ്മൾ പറയുമ്പോഴും, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഈ പാരിസ്ഥിതിക സാമൂഹിക വിഷയങ്ങളിൽ കേരളം എന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലേ? അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതാണ്. അപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇപ്പം കങ്കാരുവിൻ്റെ ഇറച്ചി വിനോയ് തോമസിൻ്റെ അമ്മയ്ക്ക് തിന്നാൻ, കങ്കാരുവിൻ്റെ നാട്ടിൽ ചെന്ന് തിന്നാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് അവർ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതവിടുത്തെ ദേശീയ മൃഗമാണ്, അറിയാലോ. അപ്പോൾ അത്രയൊക്കെ അവിടെ അത് ഹണ്ടിങ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ ദേശീയ മൃഗമായ കങ്കാരുവിനെ പോലും കൊല്ലാനുള്ള നിയമമുണ്ട്. ആ ഇറച്ചി ഭക്ഷിക്കാനുള്ള നിയമമുണ്ട്.
ഇവിടെ ഇറച്ചി ഭക്ഷിക്കണമെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. മനുഷ്യൻ്റെ ഇറച്ചി കടുവ ഭക്ഷിക്കരുതല്ലോ. അല്ല, ഇതിൻ്റെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പം മൂന്നാറിൽ 1200 ഏക്കർ ഏറ്റെടുക്കാനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ വലിയൊരു പഠനം നടക്കുന്നുണ്ട്. ഇവിടെ ടൂറിസം വേണ്ടെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടെന്നോ അല്ല, ഇതൊരു അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു ടൂറിസം പ്രൊജക്റ്റായി ഈ ഇടുക്കിയെ ഇവർ മാറ്റും. എന്നുവെച്ചാൽ തിക്ക് ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു വനമേഖല, അതിൽ ടൂറിസ്റ്റുകളെ അനുവദിക്കുന്ന ഒരു പ്രൊജക്റ്റ്. അതിൽ നമ്മളെപ്പോലുള്ളവർ പാടില്ല, അവരൊഴിഞ്ഞു പോകണം. എന്നാൽ ആദിവാസികൾ പോലുള്ളവർ നിലനിൽക്കുകയും ചെയ്യണം. കാരണം അത് ഇവരുടെ സൗന്ദര്യം, ഈ ടൂറിസം സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തേക്കണതാണ്. അപ്പോൾ ഇതുവരെ ലോകം കാണാത്ത പുതിയൊരു കാലത്തെ പുതിയൊരു ടൂറിസം ആശയം ലോകത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ റോഡും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയുള്ളതാണ്. അതെ, അല്ലാതെ നമുക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ നമുക്ക് സുഖസുന്ദരമായി ഇറങ്ങിപ്പോകാനുള്ളതല്ല അല്ല. ഈ മാസം തന്നെ ഈ 1200 ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് വിജ്ഞാപനമാവുന്ന ഞങ്ങൾ മനസ്സിലാക്കണത്. അപ്പോൾ ഇവിടെ പരിസ്ഥിതി പ്രശ്നമില്ലേ? മൂന്നാർ ടൗണിലാണ് ഇപ്പോൾ ഈ 1200 ഏറ്റെടുക്കുന്നത്. നഷ്ടം കൊടുക്കേണ്ടവർക്ക് കൊടുത്തായിരിക്കും, കാരണം അല്ലാത്തവരുടെ പട്ടയം റദ്ദ് ചെയ്തല്ലോ. ഇപ്പൊ പ്രധാനപ്പെട്ട 270 പട്ടയം റദ്ദ് ചെയ്തപ്പോൾ അവർക്ക് പിന്നെ പൈസ കൊടുക്കണ്ട. ഇതൊക്കെ ആസൂത്രിതമാണ്. ഈ പട്ടയം തിരിച്ചു കൊടുത്തു 45 ദിവസത്തിനുള്ളിൽ കൊടുക്കുമെന്ന് 2021 കേരളത്തിന്റെ റവന്യൂ മന്ത്രി എത്ര അസന്നിഗ്ധമായിട്ടാണ് പറഞ്ഞത്. ആ പട്ടയം തിരിച്ചു കൊടുത്തിട്ടില്ല, കൊടുക്കില്ല. കാരണം ഇങ്ങനെ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് ബാക്കി തുച്ഛമായ പൈസ കൊടുത്ത് അത് ഏറ്റെടുക്കുന്ന പ്രക്രിയ ഉണ്ടാവും. ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിൽ ആ ഫെഡറൽ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് നമുക്ക് വാദിക്കാം. പക്ഷേ അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റിന് മുകളിൽ എന്തൊക്കെയോ ശക്തികൾ ഇത്തരം മേഖലകളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്ര ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ലോക ഭൂപടത്തിൽ വളരെ സുന്ദരമായൊരിടമെന്ന നിലയിൽ അതിനെ നിലനിർത്തുമെന്ന് അങ്ങ് പറഞ്ഞത് ഏതാണ്ട് ശരി തന്നെയാണ്. പക്ഷേ മറ്റ് ഇവിടെ താമസിക്കുന്ന ഏതാണ്ട് 70 വർഷമായി ഇവിടെ താമസിക്കുന്നവർ എങ്ങോട്ട് പോകും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും സമയം അവസാനിക്കുകയാണ്. നമ്മൾ പ്രധാനമായി ഊന്നിയത് ഈ ഭൂപതിവ് ചട്ടങ്ങളിലേക്ക് കടക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ പോലും അതിനി അടുത്ത ദിവസമാകാം. അതിൻ്റെ വിജ്ഞാപനം വരാനിരിക്കുകയാണല്ലോ, ഉടൻ തന്നെ ഇറങ്ങും. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവും. അത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്താലും പ്രശ്നങ്ങൾ അവശേഷിക്കും തോറും നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും. കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല, സമരമായിട്ട് നിങ്ങളുണ്ടാവും. അപ്പോൾ ഈ NH-85 കാര്യത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പ്രതിസന്ധികളും നമുക്ക് 13-ാം തീയതി തിങ്കളാഴ്ച അവസാനിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണുള്ളത്. ശുഭപ്രതീക്ഷയാണ് അങ്ങേക്കുള്ളതെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആ ശുഭപ്രതീക്ഷയിൽ തന്നെ നമുക്ക് പിരിയാം. വളരെ സന്തോഷമുണ്ട് ഈ ഒരവസരത്തിൽ വന്നതിലും. ഈ ജനങ്ങൾക്കിടയിൽ ഇനിയും അവശേഷിക്കുന്ന ചില സംശയങ്ങൾ അസന്ദിഗ്ധമായി ദൂരീകരിച്ചതിനും നന്ദി, നമസ്കാരം. വലിയ പ്രതീക്ഷയിലാണ് നാം ഹൈറേഞ്ചിലെ ജനങ്ങൾ. സമരത്തിൻ്റെ പിന്നിൽ അണിനിരന്ന അതിജീവന പോരാട്ട വേദിയും UDF സംഘടനകളും ഒപ്പം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും എല്ലാം വലിയ പ്രതീക്ഷയിലാണ്. റോഡിൻ്റെ പണി നടക്കുമെന്നും വീതി കൂട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കാര്യത്തിൽ രാഷ്ട്രീയമൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയായാൽ രാഷ്ട്രീയ ഭേദമന്യേ നാം എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ പ്രതീക്ഷ. നന്ദി, നമസ്കാരം.